ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പുകളും ഈ ചാനൽ വഴി കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എല്ലാ ദിവസവും എത്തിക്കുന്നതാണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ കാണുക. വീഡിയോയിലേക്ക് പോകുമ്പോൾ എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. മെയ് മാസം 31 നാളെ വിരമിക്കുന്നത് 16,638 സർക്കാർ ജീവനക്കാർ. ഇവർക്ക് 15 ലക്ഷം മുതൽ 1 കോടി വരെ രൂപ വിരമിക്കൽ ആനുകൂല്യമായി നൽകേണ്ടി വരും. മൊത്തം 9,150 കോടി രൂപയോളം വേണ്ടിവരും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും ഇതിന് മുടക്കമുണ്ടാകില്ലെന്ന് സർക്കാർ അറിയിച്ചിരുന്നു. വായ്പാ തുകയിലും വരുമാനത്തിലെ നീക്കിയിരിപ്പും ഉപയോഗിച്ച് ആനുകൂല്യങ്ങൾ നൽകാനാണ് സർക്കാരിൻ്റെ തീരുമാനം. ആനുകൂല്യങ്ങൾ ഒരുമിച്ച് വിതരണം ചെയ്യേണ്ടി വരില്ല. ഫയലുകൾ പാസ്സായി വരാൻ 3 മാസം മുതൽ 6 മാസം വരെ സമയമെടുക്കും. ഓരോ ഫയലും പാസ്സായി വരുന്ന മുറയ്ക്ക് ഓരോ മാസവും കൃത്യമായി വിതരണം ചെയ്യും. സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് തൽക്കാലം ഒഴിഞ്ഞു നിൽക്കാൻ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കണമെന്നുള്ള തീരുമാനം സർക്കാർ പരിഗണിച്ചെങ്കിലും രാഷ്ട്രീയ കാരണങ്ങളാൽ അത് മാറ്റിവെച്ചു. പെൻഷൻ ചിലവിനൊപ്പം വിരമിക്കൽ ആനുകൂല്യങ്ങളും ബജറ്റിൽ വിലയിരുത്തിയിട്ടുണ്ടെന്ന് സർക്കാർ അറിയിച്ചു. 22,000 പേരാണ് ഈ വർഷം വിരമിക്കുന്നത്. സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പുകളും ക്ഷേമ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ അറിയിപ്പുകളും കൃത്യമായി തന്നെ എല്ലാ ദിവസവും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.